ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. അതെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ സങ്കടത്താൽ തളർന്നു പോകരുത്. കാരണം നമ്മുടെ സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പാപങ്ങളും വഹിച്ചവൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നായകനായുണ്ട്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിൽ യാഗമർപ്പിച്ച ആ വൻകൃപയ്ക്കായി, ആ മഹത് സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഓരോ ദിവസവും സ്വർഗീയ മന്ന നൽകി ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചതുപോലെ ഇന്നും നമുക്ക് ദൈവം ഓരോ ദിവസവും തിരുവചനങ്ങളാകുന്ന സ്വർഗീയ മന്ന തന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായുള്ള തിരുവചനം നമുക്ക് നോക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഞാൻ ദൈവത്തെയും ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഈ തിരുവചനത്തിലൂടെ നമുക്കുള്ളത് ഒരു സ്വർഗീയ ദൈവവിളിയാണ്. അതാണ് ഈ തിരുവചനത്തിലൂടെ വ്യക്തമാകുന്നത്. ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സമയം ആണിപ്പോൾ. അതിനാൽ വചനം പ്രസംഗിക്കുക, എല്ലാ സമയത്തും ഒരുങ്ങി നിൽക്കുക, ശാസിക്കുകയും തർജ്ജനം ചെയ്ത് പ്രബോധിപ്പിക്കുകയും ചെയ്യുവാനായി നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ നൽകിയിട്ടുണ്ട്. അവയെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നും ഇനി അവയെ എപ്രകാരം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതുമായ ചിന്തയിലേക്കാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവ് ഈ അന്ത്യകാലത്തിലേക്കുള്ള വിശേഷ സത്യത്തെ, ജീവൽ പ്രധാനമായ സത്യത്തെ നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, നമ്മുടെ മനസ്സുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഈ അറിവ് മണ്ണിൽ കുഴിച്ചിടുവാൻ വേണ്ടിയുള്ളതല്ല, അത് ആവശ്യക്കാരിൽ എത്തിച്ചു കൊടുക്കണം. അതും എത്രയും വേഗത്തിൽ തന്നെ നമ്മളത് എത്തിച്ചു കൊടുക്കണം. നാം അറിഞ്ഞ സത്യത്തിൻ്റെ പ്രചാരണത്തിനായി ഓരോ പുരുഷനും സ്ത്രീയും യുവതിയും യുവാക്കളും അവരവരുടെ താലന്തുകളെ വേണ്ടും വിധം ഉപയോഗിക്കണം. സത്യം പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത നഗരങ്ങളിൽ പോയി വ്യക്തിപരമായ പ്രയത്നങ്ങൾ ചെയ്ത് നാം മനസ്സിലാക്കിയ, നാം രുചിച്ചെറിഞ്ഞ, നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവേശുവിനെ ചൂണ്ടിക്കാണിക്കണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ സഹിഷ്ണുതയോടും പ്രത്യാശയോടും അക്ഷീണമായ ജാഗ്രതയോടും കൂടി നാം അവരുടെ മുൻപിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം, ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടവരെ അവരുടെ പാപങ്ങളിൽ അനുതപിക്കുവാനായി അവരെ വിളിച്ചു ചേർക്കണം. നാം ക്രിസ്തുവിലേക്ക് അവരെ കൂട്ടിച്ചേർക്കണം. ക്രിസ്തു വളരെ വേഗം ശക്തിയോടും വലിയ മഹത്വത്തിലും വരുമെന്നുള്ള ആ മുന്നറിയിപ്പ്, ആ സദ്വർത്തമാനം നാം അവരെ അറിയിക്കണം. ദൈവാനുഗ്രഹത്തിൻ്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല, കൂടുതൽ കൃത്യതയോടും നിശ്ചയത്തോടും കൂടി ക്രിസ്തുവിന് വേണ്ടി സാക്ഷീകരണം നാം വഹിക്കണം. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറണം. നാം ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞതായ നമ്മുടെ ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ നാം അവരുമായിട്ട് പങ്കുവെക്കണം. നമ്മുടെ ഈ പ്രത്യേക താലന്ത് നാം ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇന്നത്തെ പ്രഭാത ചിന്തയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ താലന്ത് ഉപയോഗിക്കുമ്പോൾ ആ താലന്ത് എത്ര ചെറുതായാലും എത്ര വലുതായാലും അത് വിശ്വസ്തയോടെ ഉപയോഗപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കാര്യങ്ങളെ എടുത്ത് പുതുമയോടെ നമ്മുടെ മനസ്സിലത് അവതരിപ്പിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ വചനത്തെ ഒരു ഉത്തേജക ശക്തിയാക്കി തീർക്കുന്നു. ഇത് സജീവവുമാണ്, ശക്തവുമാണ്. അത് മനസ്സുകളിൽ ശക്തമായ സ്വാധീനമാണ്, വളരെ ശക്തമായ സ്വാധീനമാണ് ചെലുത്തുന്നത്. അതിന് വിദ്യാഭ്യാസം വേണ്ട, അതിന് ബുദ്ധിശക്തി ഒന്നും അവിടെ ഒരു മാനദണ്ഡമായി പരിഗണിക്കപ്പെടുന്നില്ല. അത് അങ്ങനെ പരിഗണിക്കപ്പെടാൻ തന്നെയാണ് അതിൻ്റെ ആ ശക്തവും സജീവവുമായ ആ പ്രവർത്തനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദിവ്യശക്തി മാനുഷിക ശക്തിയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ വിദ്യാഭ്യാസമോ ബുദ്ധിശക്തിയോ പണമോ പാവമോ ഒന്നും അവിടെ
മാനദണ്ഡമാകുന്നില്ല, അതൊന്നും അവിടെ ഒരു യോഗ്യതയായും അവിടെ കണക്കാക്കുന്നില്ല. എന്നാൽ അവിടെ പ്രവർത്തിക്കുന്ന ഒന്ന് മാത്രം ദിവ്യശക്തി മാനുഷിക ശക്തിയോടൊത്ത് പ്രവർത്തിക്കുകയാണ്. ആയതിനാൽ ആ ദിവ്യശക്തിക്കാണ് നാം എല്ലാ പുകഴ്ചയും നൽകപ്പെടേണ്ടത്. ആ ദിവ്യശക്തി നമ്മളിൽ വ്യാപരിച്ച് നമ്മുടെ താലന്ത് ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ പ്രഭാത ചിന്ത നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. ഈ നല്ല നിമിഷത്തിൽ അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ സ്വർഗ്ഗ നല്ല പിതാവേ, ഓരോ ദിവസവും അടിയങ്ങളുടെ ആയുസ് അവിടുന്ന് നീട്ടിത്തരുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഇന്നേ ദിവസം കർത്താവേ, അങ്ങയുടെ മുൻപിൽ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ അടിയങ്ങൾ തലകളെ വണങ്ങുന്ന പച്ച സ്തോത്രം. അങ്ങ് തന്ന താലന്തുകളെ ദിവ്യശക്തിക്കനുസരിച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം, അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന് വേണ്ടി അവയെ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് മുതൽ കർത്താവെ ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് പാകപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അടിയങ്ങളെ ഒരുക്കണമെന്ന് യാചിക്കുന്ന പച്ച അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക രോഗത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ വചനമയച്ച് എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. പലവിധ ഭാരത്താൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന അടിയന്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നിനും അനുഗ്രഹത്തിന് തടസ്സമാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും ഉപരിയായി കർത്താവായ യേശു ക്രിസ്തുവെ വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവവും ഞങ്ങൾക്ക് ജീവൻ വെടിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുനാമത്തിൽ ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവം ഇന്നേ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം നമുക്ക് നൽകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.